പ്രതീക്ഷിക്കാത്ത ചില വഴികൾ സ്വർഗത്തിലെ ദൈവം നിനക്കായിട്ട് തുറക്കുമ്പോൾ ദൈവം പറയാൻ മറക്കാത്ത ഒരു കാര്യമുണ്ട്. ആ ചതുർബ്രഹ്മത്തില് എനിക്കൊരു ഓഹരി ഉണ്ട് കേട്ടോ. എനിക്കുള്ളത് എനിക്ക് തന്നെ തരണം, എനിക്കുള്ളത് എനിക്ക് തന്നെ മാറ്റി വയ്ക്കപ്പെടണം. നിനക്കുള്ളത് നീ തന്നെ എടുക്കണം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 21 അധ്യായം 9. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. സംഭവം പെട്ടെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണമെങ്കിൽ അതിൻ്റെ പ്രാരംഭം മുതൽ ഒന്ന് ധ്യാനിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1 മുതൽ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി ദൈവികമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിൽ നിന്നുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. പിന്മാറ്റത്തിലേക്ക് കടന്നുപോയ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ. പിന്മാറ്റം ആർക്കും എപ്പോഴും വരാം. 3.5 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർ 3.5 വർഷക്കാലം എന്താണ് വെളിപ്പാട്, എന്താണ് ശുശ്രൂഷ, എന്താണ് ഭൂതത്തെ ഒഴിപ്പിക്കുന്നത്, എന്താണ് ദൈവരാജ്യം എന്നെല്ലാം വളരെ നന്നായി കർത്താവ് അവരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചു. കൊടുക്കേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് കൊടുത്തു. കഷ്ടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും ബലവും എല്ലാം കൊടുത്തു. ഒടുവിൽ ക്രിസ്തു ക്രൂശുമരണത്തെ വഹിച്ചു. ക്രൂശുമരണത്തെ വഹിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് പോയി. പെട്ടെന്ന് അവർ പതറിപ്പോയി. ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങളുടെ ഭാവി എന്താകും? ഞങ്ങളുടെ നാളെ എന്തായിത്തീരും? ഞങ്ങളുടെ സാമ്പത്തിക മേഖല എന്താകും? ഞങ്ങളുടെ ഭാവി ജീവിതം എന്തായിത്തീരും? ഇങ്ങനെ തുടങ്ങി അനേക പ്രശ്നങ്ങളും അനേക വിഷയങ്ങളും തങ്ങളുടെ മേൽ അലട്ടിക്കൊണ്ടിരുന്ന അനുഭവത്തിൽ പ്രധാന ശിഷ്യനായിരിക്കുന്ന പത്രോസ് ഒരു തീരുമാനമെടുത്തു. എനിക്ക് പണി പറ്റത്തില്ല. എല്ലാ കാലത്തും യേശു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ റിസ്ക് ഇല്ല. പക്ഷെ എനിക്ക് സുവിശേഷ പണി പറ്റത്തില്ല, എനിക്ക് സുവിശേഷ വേല പറ്റത്തില്ല. ഒത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. പഴയ ജോലിയാണ് എനിക്ക് പറ്റിയത്. മീൻപിടുത്തം അതാണ് എനിക്ക് പറ്റിയ പണി. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് അവൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചവൻ, ഒരു നിമിഷം കൊണ്ട് സകലത്തിനും മാറ്റം വരുത്തുവാൻ കഴിവുള്ളവൻ, സമുദ്രത്തെയും കരയെയും സണ്ടായി വേർപിരിക്കുവാൻ കഴിവുള്ള, അഖിലാണ്ടത്തിൻ്റെ രക്ഷകനായിരിക്കുന്ന, രക്ഷിതാവായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, ഒരേ സമയത്ത് സ്വർഗത്തിലും അതേ സമയത്ത് തന്നെ ഭൂമിയിലും പാതാളത്തിൻ്റെ മേലും അധികാരമുള്ളവനായിരിക്കുന്നവൻ, സ്വർഗം എൻ്റെ സിംഹാസനമെന്നും ഭൂമി എൻ്റെ പാദപീഠമാണെന്നും ആമേൻ സ്വയം പ്രഖ്യാപിച്ച, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രത്തുകാരനായിരിക്കുന്ന യേശുവിന് കുറച്ച് സഹായികളെ ആവശ്യമായിരുന്നു. കുറച്ച് ജോലിക്കാരെ തനിക്ക് ആവശ്യമായിരുന്നു. തനിക്ക് കുറച്ച് സഹായികളെ ആവശ്യമായിരുന്നപ്പോൾ ഉന്നതന്മാരുണ്ടായിരുന്നിട്ട്, ഉയർന്നവന്മാരുണ്ടായിരുന്നിട്ട്, വിദ്യാസമ്പന്നന്മാരും ശാസ്ത്രജ്ഞന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടും, സാമ്പത്തികവും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കപ്പെടുന്ന, ആരോഗ്യവും ബുദ്ധിയും ബുദ്ധി വൈഭവവും കുലമാഹാത്മ്യവുമുള്ള അനേകരുണ്ടായിരുന്നിട്ടും
ഏറ്റവും സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്ന, ഏറ്റവും പുറകിലേക്ക് ഇച്ചിരിക്കുന്ന സാധാരണ മീൻപിടുത്തക്കാരനായിരിക്കുന്ന സാധാരണ മീൻപിടുത്തക്കാരുടെ ഭവനത്തിനകത്തേക്ക് കടന്നു ചെന്ന് അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കുമെന്ന് പറഞ്ഞ് ഉയർന്നവനെയും ഉന്നതനെയും ആരെയും വിളിക്കാതെ ഏറ്റവും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ഒരുവനെ വിളിച്ചു വേർതിരിച്ച് അവന് ജ്ഞാനത്തെ കൊടുത്ത്, പരിജ്ഞാനത്തെ കൊടുത്ത്, ദൈവത്തിൻ്റെ കൃപയെ കൊടുത്ത്, അധികാരത്തെ കൊടുത്ത്, അഭിഷേകത്തെ കൊടുത്ത് 3.5 വർഷക്കാലം കൊണ്ട് നടന്നിട്ട് അല്പസമയത്തിലേക്ക് എൻ്റെ നാഥനൊന്ന് മാറി നിന്ന സമയത്തിൽ അവൻ എനിക്ക് ഈ പണി പറ്റത്തില്ല, എനിക്ക് ഈ സ്ഥാനമാനങ്ങൾ പറ്റത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പഴയ ജോലിയിലേക്ക് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു പോകുകയാണ് എന്ന് അവൻ വിളിച്ചു പറയപ്പെടുമ്പോൾ ഇന്ന് പകൽ സമയത്തിൽ ദൈവസഭ ഒന്ന് ചിന്തിക്കണം. എൻ്റെ കർത്താവെന്ന് മുക്കുവ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി ശിലരെ വേർതിരിച്ചത് കൊണ്ടാണ്, അവൻ ഏറ്റവും താഴേക്കുള്ള ശിലരെ വേർതിരിച്ചത് കൊണ്ടാണ് ഇന്ന് പ്രഭാത സമയത്തിൽ നിങ്ങളുടെ മന്ദിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ പ്രാഗൽഭ്യത്തോടു കൂടി നിന്ന് പ്രസംഗിക്കുന്നത്. അന്നവൻ വലിയവന്മാരെ മാത്രം തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എനിക്കും ഈ വിളി കിട്ടത്തില്ലായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് കിട്ടത്തില്ലായിരുന്നു. സുഹൃത്തെ, ഞാൻ ഇന്ന് അധികാരത്തോടെ അഭിഷേകത്തോടെ ഇവിടെ നിന്ന് ചെയ്യുന്നതിൻ്റെ പിന്നിലെന്നുണ്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏറ്റവും താഴേക്കടയിലുള്ളവരെ ആയതുകൊണ്ടാണ്. ഇന്ന് പകൽ സമയം ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏറ്റവും താഴേക്കടയിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ വന്ന് കൈയടിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ലഭിക്കത്തില്ലായിരുന്നു. ഈ പ്രഭാതത്തിൽ ഒരു പിന്മാറ്റം എവിടെയെങ്കിലും നിന്റെ മനസ്സിനകത്ത് നീ പോലും അറിയാതെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ തെരഞ്ഞെടുത്തതാണോ തെറ്റിപ്പോയത്? ദൈവം തെരഞ്ഞെടുത്തതാണോ തെറ്റിപ്പോയത്? നീ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ കാരണം ആമേൻ, എനിക്ക് പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ദൈവം വേണ്ട, ദൈവസ്നേഹം വേണ്ട, ദൈവികമായ ചിലതൊന്നും എനിക്ക് വേണ്ട എന്ന് നീ വലിച്ചെറിയുവാൻ, നീ അതിനെ ഉപേക്ഷിക്കുവാൻ ഈ മനസ്സിനകത്ത് മാത്രം വച്ച് താലോലിച്ച് ആരോടും പറയാതെ ഇന്ന് ഈ ഹോളിനകത്ത് വന്നപ്പോൾ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കിയിട്ട് ചില ഹൃദയങ്ങളോട് സംസാരിക്കപ്പെടുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് നീ മറക്കരുത്. പത്രോസ് മീൻ പിടിക്കാൻ പോയി. ഉടനടി കൂടുന്നത് അന്ത്രയോസും കൂട്ടര് പറഞ്ഞു, മെയിൻ പാസ്റ്റർ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഞാനും പോകുന്നു, ഞങ്ങളും പോകുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങി. നമുക്ക് ഈ പണിയാണ് പറ്റിയത്. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലി കിടന്നാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. ആമേൻ. പിന്നെയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞല്ലോ. എല്ലാവർക്കും മനസ്സിന് അപ്പോഴാണ് ആശ്വാസം കിട്ടിയത്. വള്ളവും വലയും എടുക്കണം. നേരത്തെ ഈ ബൈബിൾ എടുത്ത് ഉപദേശപ്പണിയൊക്കെ ചെയ്തെടുത്തപ്പോൾ പുള്ളിക്ക് ഒരു സമാധാനമില്ല. ഭയങ്കര പ്രഷറാണ്, 4 സൈഡിൽ നിന്നും പ്രഷറാണ്. പ്രൈസ്തലം. പക്ഷേ ഇപ്പോൾ ഭയങ്കര സ്വസ്ഥമാണ്. എല്ലാവരും കൂടെ വലിയ പ്രതീക്ഷയോടുകൂടി പോയി. നേരത്തെ പോലെയല്ല, ഞങ്ങളുടെ മേൽ ഭയങ്കര അനുഗ്രഹമൊക്കെ ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇനി വീശിയ വല്ലതുമൊക്കെ കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് പ്രൈസ് ദി ലോർഡ് ആമേൻ മനസ്സിലാക്കിക്കൊണ്ട് അവർ വീശാനായിട്ട് തുടങ്ങി. വീശാൻ വേണ്ടിയിട്ട് അതെ തുടങ്ങിയ സമയത്തിൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി പോയി. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അതങ്ങനെയല്ലേ വരത്തേ ഉള്ളൂ. കാരണം ഇവൻ്റെ മേലുള്ള തലയിലെടുത്ത് വേറെ കിടക്കുകയാണ്. അങ്ങനെ തലയിലെടുത്ത് നീ മനുഷ്യനെ പിടിക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പ പരിപാടിയാണ് മീൻ പിടിക്കണമെന്ന്. മനുഷ്യനെ പിടിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം മീൻ പിടുത്തമൊന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. ആകയാൽ ഒന്നും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. പത്രോസിനും കിട്ടിയില്ല, കൂടെയുള്ളവർക്കും ആർക്കും ഒന്നും കിട്ടാതെ വന്നു. പക്ഷേ എപ്പോൾ ഇവർ പിന്മാറ്റത്തിലേക്ക് ഇറങ്ങിയോ, എപ്പോൾ വള്ളവും വലയും തിരിച്ചെടുത്തവർ അതേ തിബിരിയാസ് കടലിലേക്ക് പോയോ, ആ സമയത്തിൽ കടലിൻ്റെ വക്കിൽ ഒരുവൻ വന്നു. അവൻ്റെ പേര് നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ്. മക്കളെ, നിങ്ങൾ വിചാരിച്ചോ ഞാനങ്ങ് സ്വർഗത്തിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നില്ല. നിൻ്റെ ഓരോ സ്പന്ദനങ്ങളെയും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഓരോ സ്പന്ദനങ്ങളെയും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഓരോ മൂമെൻറ്റ്സിലും ഞാൻ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, നീ മറക്കരുത്. കർത്താവ് ചെയ്തു. കുറച്ച് വിറകെടുത്തു, ഒരടുപ്പ് കൂട്ടി, പാത്രമൊക്കെ വെച്ചു.
ഇവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കർത്താവ്. അമ്മമാരവിടെ ഭയങ്കര വീശക്കമാണ്, ഭയങ്കരമായിട്ട് വീശിക്കൊണ്ടിരിക്കുക. പക്ഷേ യേശു കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പവും മീനും നല്ല കോമ്പിനേഷനാണ്. കഴിക്കുമ്പോൾ കർത്താവ് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അപ്പവും മീനും കർത്താവ് വന്ന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവൻ തീക്കനലും അതിൻ്റെ മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. അപ്പോൾ ആക്ച്വലി ഇത് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. മീൻ വറുത്ത് കഴിഞ്ഞു, അപ്പം ചുട്ട് കഴിഞ്ഞു. എന്നാൽ സ്തോത്രം, ഇത് തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കനലിൻ്റെ സൈഡിൽ ഇതിങ്ങനെ വെക്കും. പഴയ അമ്മമാർക്കൊക്കെ ഞാൻ ഈ പറയുന്ന ഭാഗം പെട്ടെന്ന് പിടികിട്ടും. പഴയ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്, പുതിയ ആൾക്കാരല്ല, ഗ്യാസിൻ്റെ ആൾക്കാരല്ല, വിറകടുപ്പൊക്കെ കത്തിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാം. എന്ത് ചെയ്യും? നല്ല പുളിമ്പറവ്, നല്ല റബ്ബർ വിറവ് എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കത്തിച്ച് വെച്ചിട്ട് സ്തോത്രം ഏകദേശം കഞ്ഞി അങ്ങോട്ട് റെഡി ആകുമ്പോഴത്തേക്ക് ഈ വിറകെടുത്തിട്ട് രണ്ടൊന്ന് അടുപ്പിൽ ഇടിച്ചിടിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ അടുപ്പും കാണൂല, കുഴപ്പമില്ല, എന്നാലും ഇടിച്ച് അതെല്ലാം ഇടിച്ചിട്ട് ഇതിനെ വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ എന്താ, നാളെ കഞ്ഞി വയ്ക്കാൻ ബാക്കി വിറകെടുത്ത് മാറ്റുന്നത്. അപ്പോൾ ആ കനലെല്ലാം കൂടെ അവിടെ ഇരിക്കും. പിന്നെ ആ കനൽ എന്തിനാ ഉപയോഗിക്കുന്നറിയാവോ? കുടിവെള്ളം എടുത്ത് അതിൽ വെച്ചേക്കും. ചൂടുവെള്ളം, ചെറിയ ചൂടോടുകൂടി വെള്ളം കിട്ടാൻ. ഇല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്ത സാധനങ്ങൾ ആ കഞ്ഞിക്കല്ല് അതോടുകൂടി എടുത്ത് വയ്ക്കുക. അടിയിൽ ചിലപ്പോൾ വാർന്ന് നിൽക്കുന്ന വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ട് എങ്കിൽ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വയ്ക്കും. ഒന്നു പറഞ്ഞാൽ ആ ചൂട് അവിടെ അതുപോലെ നിൽക്കും. അപ്പോൾ പഴയ അമ്മമാരല്ല ഇത് തുടങ്ങി വിട്ടത്, ഇത് യേശു കർത്താവിൻ്റെ കാലത്തും ഈ പരിപാടി ഉണ്ടായിരുന്നു. കനലെല്ലാം ഇട്ടിട്ട് അപ്പവും അതേ മീനും ഒക്കെ പ്രിപ്പറേഷൻ ചെയ്ത് കർത്താവ് ഇതെല്ലാം വച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ട്. എൻ്റെ കുട്ടികൾ എന്നെ വിട്ട് എൻ്റെ വർജനം അനുസരിക്കാതെ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ അനുസരണയില്ലാത്തവന്മാരായി യൗമാർ തന്നിഷ്ടപ്രകാരം പോയിരിക്കുകയാണ്. യൗമാരെ വെള്ളത്തിൽ മുങ്ങി താഴട്ടെ എന്നല്ല കർത്താവ് ആഗ്രഹിച്ചത്. നീ ഇത്രയും ദൂരം 3 വണ്ടി കയറി നീ ശാലോമിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിനക്ക് എന്ത് നേടി? നിൻ്റെ നടയിൽ പള്ളി കിടന്നിട്ട് നീ ഇതൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എവിടെ പോയാലും കുണം പിടിക്കൂല എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരൊന്നും അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. അതൊക്കെ അവർ കയ്യിന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും കേട്ട് ആരും പേടിക്കരുത്. കർത്താവിനെ ഉപേക്ഷിച്ച്, ശിഷ്യന്മാരെല്ലാം ഉപേക്ഷിച്ച് പോയി, കർത്താവിനെ ഉപേക്ഷിച്ച് യൗമാർ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ 3.5 വർഷക്കാലം വേറെ ആരെയും പോസ്റ്റ് ചെയ്യാതെ ഇവരെ തന്നെ പിടിച്ച് ട്രെയിനിങ് എല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് തൊഴിൽ മൊത്തം അവരെ പഠിപ്പിച്ചു. എല്ലാ തൊഴിലും പഠിപ്പിച്ച് എല്ലാം ശരിയാക്കിയിട്ട് ഇവർ യേശുവിനെ വിട്ടുപോയ സമയത്തിലേക്ക് ഒരു നോട്ടത്തിൽ പോലും കർത്താവ് കണ്ണുരുട്ടിയില്ല. ഒരു നോട്ടത്തിൽ പോലും ആ വിദ്വേഷം കാണിച്ചില്ല. ആ നോട്ടത്തിൽ പോലും ഒരു പിണക്കം കാണിച്ചില്ല. എന്തായാലും ഇവർക്കൊന്നും കിട്ടൂല, അത് ഉറപ്പാണ്. പക്ഷെ വിശന്നിട്ടൊരു വരവ് ഇങ്ങോട്ട് വരും, ക്ഷീണിച്ചൊരു വരവ് വരും. ഇവർ രാത്രി മുഴുവനും ഈ വെള്ളത്തിൽ അധ്വാനിക്കുമ്പോൾ ഭയങ്കരമായി തണുപ്പ് ഇവരുടെ ശരീരത്തിൽ കാണും, ശരീരം മുഴുവനും. പ്രൈസ് ദി ലോർഡ്. പത്രോസേ, നിൻ്റെ ചേട്ടൻ ആ തണുപ്പിനെ കുറിച്ച് ചിന്തയില്ലായിരുന്നു കേട്ടോ. ആമേൻ. പത്രോസേ, നിൻ്റെ വീട്ടുകാർക്ക് ആർക്കും നിൻ്റെ ശരീരം തണുത്ത് മരവിച്ചാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. നീ രാത്രി മുഴുവനും ഈ കടലിൽ അധ്വാനിക്കുമ്പോൾ നീ ക്ഷീണിത അനുഭവം സമം, നീ തണുത്ത് വിറച്ച് മരവിച്ചായിരിക്കും നീ കടന്നു വരുന്നത്. എന്തായാലും കടലിൽ പടകിൽ തീ കൂട്ടി തീ കായാനുള്ള സാഹചര്യമില്ല. വന്ന് കയറിയാ നിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അപ്പം മാത്രം പോരാ, മീന് മാത്രം പോരാ, നിന്റെ ശരീരത്തിൻ്റെ തണുപ്പ് മാറ്റാൻ നിനക്ക് ചൂടും ആവശ്യമാണ്. ഞാനിതാ കനലും വെച്ച് കാത്തിരിക്കപ്പെടുകയാണ്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അത് സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുന്നവർ, മനസ്സിലത് മനസ്സിലാക്കാൻ കഴിയപ്പെടുന്ന പിന്മാറ്റക്കാരുണ്ടെങ്കിൽ ഇന്ന് കരമടിച്ച് ദൈവത്തോട് പറ, പപ്പാ നിന്റെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന ദൈവജനമേ, ആ സ്നേഹത്തെ നീ തിരിച്ചറിയണം. നിനക്ക് രോഗശാന്തി മാത്രം തരുന്നവനായിട്ട് കാണരുത്. നിന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ മാത്രം തരുന്നവനായിട്ട് നീ കാണരുതെന്ന്. നിന്റെ ആവശ്യങ്ങളിൽ മാത്രം ഓടിയെത്തുന്ന ഒരു കാര്യസ്ഥനായിട്ട് മാത്രം കാണരുത്. നിന്റെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്ന, നിന്റെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന, നിന്റെ ശരീരത്തിൽ ചൂട് വേണോ തണുപ്പ് വേണോ എന്നെല്ലാം വ്യക്തമായിട്ട് അറിയുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. യേശു ഇതെല്ലാം അറിയുന്നു കേട്ടോ. യേശു ഇതെല്ലാം അറിയുന്നു.
നിന്റെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന കർത്താവ്, അവനെ തിരിച്ചറിയണം. ആ ദൈവത്തിന് ബാൽക്കണിയിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. യേശു നിങ്ങളെ കാണുന്നുണ്ട്. ആ ബാൽക്കണിയിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ ഒന്ന് കൈയടിച്ച് പറ, നിന്റെ സ്പന്ദനം, നിന്റെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നു. നിങ്ങൾ വേർപെട്ടിരിക്കുന്നവരല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. യേശു കർത്താവ് അവിടെയുണ്ട്. നമ്മളെപ്പോഴും വളരെ വേഗത്തിൽ തകർത്ത് പിടിച്ച് ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മളതിനെ ധ്യാനിച്ച് ഹൃദയത്തിൽ സംഭരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തി പോകുന്നത്, ആ പിന്മാറ്റക്കാർ അനുസരിച്ചവരെ മാത്രമല്ല, ആ പിന്മാറ്റക്കാരായിരിക്കുന്ന ആ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി കർത്താവ് ഇവിടെ കാത്തിരുന്നു. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ചിന്തിക്കണം. കാരണം എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മുടെ ഭാഗം നമ്മൾ എടുക്കണം. എന്ത് ചെയ്താലും ദൈവം അങ്ങനെ ചെയ്യുന്നുള്ളതല്ല. അതൊരിക്കലും അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർക്കത് വന്നു, ദൈവം അതിനെ തിരുത്തി അവർക്ക് കൊടുത്തു. ശീമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു, ഞങ്ങളോടും പോരുന്നു എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ട് പട കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. മൂന്നാമത്തെ വാക്യമാണ്, ഒന്നും പിടിച്ചില്ല. എന്താ എന്തുകൊണ്ട് പിടിച്ചില്ല? ദൈവം പിണങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ദൈവം അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവം അവർക്ക് ചൂട് കൊടുത്തു, ദൈവം അവർക്ക് പെരുത്ത് മീൻകൂട്ടം കൊടുത്തു. പക്ഷേ ക്രിസ്തു അവരിലേക്ക് അടുത്ത് മുഖാമുഖം കാണുന്നതിന് മുമ്പ് അവരൊന്നും പിടിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും പിടിക്കണമെങ്കിൽ കർത്താവ് വരണം. ഇവർക്ക് ഭക്ഷണം കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആമേൻ അവർ സമൃദ്ധിയായുള്ള അനുഗ്രഹത്തിലേക്ക് പോയി. കർത്താവ് കടലിൽ ചെന്നിട്ട് അവർക്ക് വീശാനുള്ള മാർഗങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദൈവമില്ലാത്തിടത്ത് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ ഒരു കടക്കാരനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു പോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു കടബാധ്യത തീരാൻ പോവുകയാണ്. ഒരു സ്ത്രീ, ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു പറയാം, കർത്താവ് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. വീടും വസ്തുവും മാത്രം ജപ്തി ചെയ്തുകൊണ്ട് അവർക്കത് അതിൽ തീരത്തില്ല. പിള്ളേരെ കൂടെ വിൽക്കണം. ഇന്നത്തെ റൂളല്ല, അന്നത്തെ റൂൾ. അടിമ കച്ചവടം ഉണ്ടായിരുന്ന കാലഘട്ടം. കുട്ടികളെ കൂടെ വിറ്റാലേ കടം തീരത്തുള്ളൂ. അതുകൊണ്ട് പിള്ളേരെയും കൂടെ ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ, ആവശ്യം അറിയിച്ച അറിയിപ്പിൽ വെറുതെ അറിയില്ല. ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാതെ കിടപ്പുണ്ട്. ഞാനും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പ്രത്യേക ചില സമയങ്ങളിൽ ദൈവം ശ്രദ്ധിക്കുമ്പോൾ, കഴിഞ്ഞ സമയത്തിൽ ആരാധിച്ചപ്പോഴൊക്കെ, അല്ലെങ്കിൽ ആ പത്രോസിൻ്റെ ഭാഗം വായിച്ചു വന്നപ്പോൾ എന്നെ കൊണ്ട് അത് ശ്രദ്ധിപ്പിച്ചു ദൈവം. അതുകൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തേ ഇല്ലല്ലോ. സ്തോത്രം. ഇതാ എലീശ നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. യഹോവ ഭക്തനായിരുന്നു. പറഞ്ഞില്ല. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. അപ്പൊ കടം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊരു യോഗ്യത വേണം. ദൈവം എല്ലാം കരുതിക്കൊള്ളും. പക്ഷേ അതിനു മുമ്പ് ഒരു യോഗ്യതയും കൂടെ ഉണ്ടാക്കിയെടുത്താൽ നല്ലതായിരിക്കും. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു കേൾക്ക്. സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക വിഷയത്തിൽ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ട് എങ്കിൽ, സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിൽ ഒരു പാത്രം ഉടഞ്ഞു കിടക്കുന്നത് പോലെ ഛന്നാഭിന്നമായി ചിതറി, ഭർത്താവ് ഒരു കോണിൽ, ഭാര്യ ഒരു കോണിൽ, മക്കൾ ഒരു കോണിൽ, ഒരൊറ്റ വിഷയം സാമ്പത്തികമാണ്. സാമ്പത്തിക പ്രശ്നത്തിനാണ് ഇപ്പോൾ ആരും യോജിക്കാതെ നിൽക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷെ ഫിനാൻസിന്റെ കാര്യം വന്നപ്പോൾ എല്ലാവരും പല അഭിപ്രായക്കാരായി. പലരും അതിനകത്ത് ഉത്തരവാദിത്തം കൊടുക്കുന്നില്ല. പലരും അതിനകത്ത് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നതേ ഇല്ല. ആകയാൽ ഈ സാമ്പത്തിക വിഷയത്തിൽ എനിക്കൊരു മാറ്റം സംഭവിക്കണം. അവധി പറഞ്ഞിട്ടും പലരും അവധി കേൾക്കുന്നില്ല.
ബാങ്കുകാർ ഡെയിലി കയറി ഇറങ്ങുന്നുണ്ട്. ചില നോട്ടീസുകൾ കൊണ്ട് അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചിരിക്കുന്നു. മാനക്കേടും നാണക്കേടും സഹിക്ക വയ്യാതെ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് കൈയടിക്കാനോ ഹല്ലേലൂയ പറയാനോ സ്തോത്രം പറയാനോ മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നു, കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. നീ ദൈവഭക്തനാകണം. നീ ദൈവഭക്തനാകണം. നീ മദ്യപാനി ആകരുത്. നീ ശമ്പുവും ഗുഡ്കായും ചൈനീ കുയിനിയും ഉപയോഗിക്കുന്ന വ്യക്തി ആകരുത്. നീ അന്യദൈവത്തെ സേവിക്കുന്ന വ്യക്തി ആകരുത്. ദൈവമല്ലാത്തതിനെ സേവിക്കുന്ന ആരാധിക്കുന്ന വ്യക്തി ആകരുത്. നിന്റെ സാമ്പത്തിക വിഷയത്തിൽ ഒരു മറുപടി കടന്നു വരണമെങ്കിൽ നീ ഭക്തിയോടെ ദൈവത്തെ പിൻപറ്റണം. നിന്റെ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതൽ വരണമെങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയണം, നിന്റെ ദാസൻ യഹോവ ഭക്തനായതുപോലെ ഞാനും എന്റെ കർത്താവിന്റെ ഭക്തനാണ്. ഞാൻ നിന്റെ ഭക്തനാണ്. നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ആമേൻ പറയാൻ കഴിയണം. ഞാൻ തണ്ണി അടിച്ച് വഴി കടന്നിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് എൻ്റെ ബാധ്യത തീരണമെന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കരുത്. എൻ്റെ ഭക്തനാണ്. എല്ലാവർക്കും ബാധ്യതകളും ബുദ്ധിമുട്ടൊക്കെ വരുമെന്നേ. നമുക്ക് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പറയുവാനായിട്ട് കഴിയപ്പെടണം. ഞാൻ യഹോവ ഭക്തനാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ അടിമകളായി കൊണ്ടുപോകുവാൻ കടക്കാര് വന്നു നിൽപ്പുണ്ട്. ഞാൻ യഹോവ ഭക്തനാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒന്നുണ്ട്, ദൈവത്തോട് നീ നിരപ്പ് പ്രാപിച്ച് പ്രാർത്ഥനാ ജീവിതമുള്ള, ആരാധന അനുഭവമുള്ള, ദൈവികമായ കാര്യാദികൾ ഇൻവോൾവ് ആകപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കപ്പെടുമ്പോൾ നീ ഒരിക്കലും മറന്നു പോകരുത്, എൻ്റെ കർത്താവ് നിന്നെ ഒരിക്കലും നിന്ന് കേൾപ്പിക്കത്തില്ല. സാമ്പത്തികമായി തകർന്ന അനുഭവത്തിൽ, മാനസികമായി തകർന്ന അനുഭവത്തിൽ, ശാരീരികമായ തകർന്ന അനുഭവത്തിൽ നീ ആയിരിക്കുമ്പോൾ ഈ മാസം നിന്റെ വഴിത്തിരിവിന്റെ മാസമാകട്ടെ. ഈ മാസത്തിൽ കർത്താവ് പുതിയ അനുഗ്രഹങ്ങൾ തരുന്ന മാസമായിക്കൊള്ളട്ടെ. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഹീബ്രു കലണ്ടർ അനുസരിച്ച് വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തതാണ്. അതുകൊണ്ടാണ് പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷ് കലണ്ടറിൻ്റെ രീതി അനുസരിച്ചാണ് ഡിസംബറിൽ തീരുന്നത്. പക്ഷേ ഹീബ്രു അനുസരിച്ച് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തേക്ക് കടന്നു വരപ്പെടുമ്പോൾ ഒരു സാമ്പത്തിക വർഷം ഇവിടെ പൂർണ്ണമാകുവാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന സമയത്തിൽ അതിൻ്റെ മേലിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു പ്രവൃത്തികൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള അതിശയ പ്രവൃത്തികൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളതിന് സംശയമില്ല. ആകയാൽ പത്രോസ് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം കൊടുത്തു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോടെ തരുന്ന ഏവനും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ദൈവം അവിടെ വഴിപാട് വാങ്ങുന്ന സമയത്തിൽ നല്ല മനസ്സ്, ഒരു പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് അല്ല, ഒരു നല്ല മനസ്സോടുകൂടി ദൈവം നമുക്ക് വേണ്ടി നല്ല മനസ്സ് തന്നുവെങ്കിൽ നാമും തിരിച്ച് നല്ല മനസ്സോടുകൂടി തന്നെ എന്തും കൊടുക്കണം. എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനം 29 പോകുന്ന സമയത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. കർത്താവിന് കൊടുക്കാൻ പറഞ്ഞു. എന്താ? സാമ്പത്തികം മാത്രമല്ല ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞത്. ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആമേൻ മഹത്വം ദൈവത്തിന് കൊടുക്കണം. യഹോവയ്ക്ക് ശക്തി കൊടുക്കണം. അപ്പം മഹത്വം എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ശക്തിയോടെ നമുക്ക് കൊടുക്കുവാൻ കഴിയണം. ശക്തിയോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായി കഴിയപ്പെടണം. എങ്ങനെയെങ്കിലുമുള്ള, മൗനമായിട്ടല്ല, ശക്തിയോട് യഹോവയ്ക്ക് ആമേൻ എന്താ മഹത്വം കൊടുപ്പിൻ, ശക്തിയും കൊടുക്കണം. ഈ ശക്തിയൊക്കെ എവിടെ? കരിങ്കല്ലിൽ മാത്രം തീർക്കാനുള്ളതല്ല. ഈ ശക്തി വഴി കിടക്കുന്ന വണ്ടിയെ ഉന്തി വിടാൻ വേണ്ടി മാത്രമല്ല.
ഈ ശക്തി വീട്ടിലെ പാത്രങ്ങളോടും കന്നുകാലികളോടും തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ ശക്തി പിള്ളേരോടും ഭർത്താവിനോടും തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഈ ശക്തി നമ്മുടേതായിട്ടുള്ള ജോലികാര്യാദികൾക്ക് വേണ്ടി മാത്രം. ദൈവസഭയ്ക്കകത്ത് കടന്നു വരപ്പെടുമ്പോൾ ദൈവത്തിന് ശക്തി കൊടുക്കണമെന്ന്, മഹത്വവും ശക്തിയും. അപ്പോൾ കൈയടിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മഹത്വമാണെങ്കിൽ അത് ശക്തിയോടെ കൊടുക്കണം. നന്നായിട്ടൊന്ന് ശക്തി ഒന്ന് കൊടുത്താട്ടെ. ആമേൻ. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ നല്ല മനസ്സോടെ കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു കർത്താവാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വേദപുസ്തകത്തിലേക്ക് നമുക്ക് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കുന്ന സമയത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്തരുത്. ഒരു ഇഷ്യൂ അവിടെ വന്നു. യേശു കർത്താവ് 12 ശിഷ്യന്മാർ എല്ലാവരും അന്ന് ടാക്സ് കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. 20 വയസ്സിന് മേളിൽ പ്രായമുള്ളവ എല്ലാവരും 1/2 ശേക്കെൽ വെള്ളി ടാക്സ് കൊടുക്കണമെന്ന് പഴയ നിയമത്തിൽ ഒരു വിധമുണ്ട്. 20 വയസ്സ് കഴിഞ്ഞാൽ 1/2 ശേക്കെൽ വെള്ളി അത് വീണ്ടെടുപ്പ് വിലയായിട്ട് കൊടുക്കണം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്ന സമയത്തിൽ അവിടെ നോക്കുന്ന സമയത്തിൽ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്തിലേക്ക് 2 ദ്രഹ്മ റോമൻ സാമ്രാജ്യത്തിൻ്റെ ട്രഷറിക്കകത്ത് 2 ദ്രഹ്മ കൊണ്ടുവന്ന് അടയ്ക്കണം. ഒരാൾ ടാക്സ് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കോർപ്പറേഷൻ എന്നൊക്കെ അന്വേഷിച്ച് വന്നില്ലേ, അതുപോലെ അന്വേഷിച്ച് വരത്തില്ല. നമ്മൾ കൊണ്ട് അങ്ങോട്ട് പോയി കെട്ടണം. കെട്ടാത്തവന്മാരെ അന്വേഷിച്ച് അവിടുത്തെ പടയാളികൾ വരും. ഇന്ന് വരുമ്പോഴല്ല അന്ന് വരുന്നത്. പടയാളികൾ വരും. ടാക്സ് കൊടുത്തില്ല, വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു കൊണ്ടുവന്ന് ഏതെങ്കിലും കൊണ്ടുവന്ന് കൽത്തുറുങ്കിനകത്തേക്ക് കൊണ്ടിടും. ഇത് പേടിച്ചിട്ട് ഒരു ദിവസം പോലും തെറ്റാതെ വണ്ണം എല്ലാവരും കൃത്യമായിട്ട് ടാക്സ് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ബാധ്യത ആർക്കാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സാമ്പത്തികം ആവശ്യം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനും പത്രോസിനും. ബാക്കി ശിഷ്യന്മാരൊക്കെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ടാക്സ് കൊടുത്തു. 11 ശിഷ്യന്മാരും ടാക്സ് കൊടുത്തു. പത്രോസ് ഒരുത്തൻ മാത്രം കൊടുത്തില്ല. യേശു ആദ്യം പറഞ്ഞു, ഭൂമിയിലെ മക്കളൊക്കെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വല്ല ഉണ്ടോ? എങ്കിലും നമ്മൾ ഇനിയിപ്പോൾ അവന്മാർക്ക് ഇടർച്ചയൊന്നും വരുത്തേണ്ട ആവശ്യകതയില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞുവെങ്കിലും പത്രോസ് ടാക്സ് കൊടുത്തില്ല. ഇനി ചിലപ്പോൾ ദിവസങ്ങൾക്കകം വെച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പട്ടാളം വരും. വന്നിട്ട് പറയും, ആരാ പത്രോസ്, വാടാ ഇവിടെ, ടാക്സ് കൊടുത്തില്ലേ, വാ എടുക്ക, കയറ്, അവനെ കൊണ്ട് കൽത്തുറങ്ങിലും. ഇതെൻ്റെ നാഥന് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ചെക്ക് കേസിൽ ഭാരപ്പെടുന്നവരുണ്ട്. പരിശുദ്ധമ്മ പറയുന്നത് കണ്ടിരിക്കാൻ പറ്റൂല എന്ന് ദൈവത്തിന്. നീ ദൈവഭക്തനാണെങ്കിൽ ആ ചെക്ക് കേസിൽ കണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശിഷ്യനെ റോമൻ സാമ്രാജ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ നാഥൻ വിളിച്ചു, പത്രോസേ വാ, വന്ന് നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് ഞാൻ ചുമ്മാ ആകാശത്തിൽ നിന്നൊന്നും ഇറക്കി തരത്തില്ല. നിനക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടോ? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അറിയാലോ, വാ വന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് പോകണം. കടലില് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർബ്രഹ്മ പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക. എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക. എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക. പട്ടാളക്കാരന്മാര് അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. ചെപ്റ്റിക്കാരെ സമ്മതിക്കൂലെന്നും ദൈവം വിടൂല. ദൈവം ഇടപെടും. ലാസ്റ്റ് ഘട്ടത്തിൽ 11 പേരും ടാക്സ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വിചാരിച്ചാണ്, എൻ്റെ അത്രയും പ്രാർത്ഥിക്കാത്തവന്മാരെല്ലാം കൃത്യമായി, എൻ്റെ അത്രയും പള്ളി പോകാത്തവന്മാർക്ക് എല്ലാവർക്കും ബാധ്യതയില്ല. ഞാനിപ്പോ ദൈവത്തിന്റെ കൂടെ നടക്കുന്നു, ഞാൻ മലങ്കയായിട്ട് നടക്കുകയാ, പക്ഷെ എൻ്റെ ബാധ്യത തീരുന്നില്ല. യേശു കർത്താവ് പറഞ്ഞു, കടലിൽ പോണം, മഞ്ഞ് മഴ ഒന്നും നോക്കരുത്, പോണം, കഠിനാധ്വാനം ചെയ്യണം. ചൂണ്ടയെടുക്ക്, വലയെടുക്കണ്ട, ചൂണ്ടയെടുക്ക്, അതിൽ ഇര കൊരുത്തിട്, ചെന്നിരിക്കുക. പൊരിയുന്ന വെയിലത്ത് ആ കടൽക്കരയിൽ ചെന്നിരിക്കാം. ഇട്ടു. കോടിക്കണക്കിന് മത്സ്യങ്ങൾ ആ കടലിലുണ്ട്. ഒരൊറ്റ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് മാത്രമാണ് ചതുർബ്രഹ്മം ഉള്ളത്.
ചതുർബ്രഹ്മ പണം വച്ചിട്ടുള്ളത് ഒരൊറ്റ മത്സ്യത്തിന്റെ ഉള്ളിനകത്ത്. ഈ മത്സ്യം ഈ ചൂണ്ടൽ ചെന്ന് വിടുന്ന സമയത്തിൽ ഇതുവരെ ഇത് ആർക്കും ഈ ചതുർബ്രഹ്മത്തെ കൊടുത്തിട്ടില്ലായിരുന്നു. ആ ചതുർബ്രഹ്മത്തെയും വഹിച്ചുകൊണ്ട് അതോടി വന്നു പത്രോസിന്റെ ചൂണ്ടയിലേക്ക് ചാടി പിടിച്ചു. പത്രോസ് അതിനെ എടുത്തു. എന്റെ നാഥൻ പറഞ്ഞു, അതിന്റെ വായ് പിളർക്കണം. വായ് പിളർക്കുമ്പോഴോ നമുക്ക് ടാക്സ് കൊടുക്കാനുള്ളത് അതിനകത്ത് ഇരിപ്പുണ്ട്. നീ എടുക്കണം, എല്ലാം നീ എടുക്കരുത്. എനിക്കും പറ, യേശു എന്താ പറഞ്ഞത്? എനിക്കും നിനക്കും, എനിക്കും നിനക്കും, എനിക്കും നിനക്കും. പല ആൾക്കാർക്കും ദൈവത്തിൻ്റെ ആത്മാവ് ചതുർബ്രഹ്മ പണം പല മത്സ്യങ്ങളുടെയും കൊടുത്തു. പക്ഷേ കർത്താവ് പറഞ്ഞത് മനസ്സുപോയി. ഇത് എനിക്ക് വേണ്ടി മാത്രമാണ്. എനിക്കും എൻ്റെ പിള്ളേർക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എനിക്ക് മാത്രം. പക്ഷേ യേശുവിന് കൊടുക്കാൻ നീ മറന്നുപോയോ? യേശുവിന് മറന്നുപോയോ? ഇനിയും ടാക്സ് കൊടുക്കണ്ടേ? പിറ്റേ വർഷമാകുമ്പോൾ 3 മാസം കഴിയുമ്പോൾ വീണ്ടും ടാക്സ് കൊടുക്കണ്ടേ? ആകയാലിട്ട് പ്രതീക്ഷിക്കാത്ത ചില വഴികൾ സ്വർഗത്തിലെ ദൈവം നിനക്കായിട്ട് തുറക്കുമ്പോൾ ദൈവം പറയാൻ മറക്കാത്ത ഒരു കാര്യമുണ്ട്. ആ ചതുർബ്രഹ്മത്തില് എനിക്കൊരു ഓഹരി ഉണ്ട് കേട്ടോ. എനിക്കുള്ളത് എനിക്ക് തന്നെ തരണം. എനിക്കുള്ളത് എനിക്ക് തന്നെ മാറ്റി വയ്ക്കപ്പെടണം. നിനക്കുള്ളത് നീ തന്നെ എടുക്കണം. കയ്യടിയൊക്കെ കുറഞ്ഞു. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് സംഭവം. ഈ ചതുർബ്രഹ്മ മുഴുവനും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ മനസ്സൊക്കെ അങ്ങ് മാറി. പിന്നെ പള്ളിയും മറന്നു, പ്രാർത്ഥനയും മറന്നു, യേശുവിനെ മറന്നു. ഈ ഞായറാഴ്ച ചന്ദ്രൻ നിലവിളിച്ചതും വാഗ്ദത്തം കേട്ടതും എല്ലാം മറന്നു. അത് അവന് മനസ്സലിവ് തോന്നിയത് കൊണ്ട് എനിക്കങ്ങനെ ഭാഗ്യം തലയിലടിച്ച് കിട്ടി എന്നൊക്കെ പറയും. പക്ഷേ ഒരു നന്മ കിട്ടുന്ന സമയത്തിൽ ദൈവം പറഞ്ഞത് മറക്കരുത്. നിനക്ക് മാത്രമല്ല, എനിക്കും കൂടെ അതിനകത്ത് ഓഹരിയുണ്ട്. എന്നെ നീ മറക്കരുത്. എനിക്കുള്ളത് എനിക്ക് തന്നെ തരണം. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. ഇന്ന് പകൽ സമയം മറക്കരുത് സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് ചില നന്മകൾ നൽകപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ചില അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ അതിന്റെ പിന്നില് നീ മറക്കരുത്. എല്ലാം നിനക്കുള്ളതല്ല, ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം.